Everyone, welcome back to my channel NCRT Malayalam. NCRT Class 8ലെ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 11 ദി മേക്കിംഗ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ് 1870s ടു 1947ൻ്റെ ഫൈനൽ പാർട്ട് ഡിസ്കഷൻ വീഡിയോ ആണ്. പാർട്ട് 6 ഡിസ്കഷൻ വീഡിയോ ആണ്. ലെങ്തി ചാപ്റ്റർ ആണ്. സോ നമ്മൾ ഒരുപാട് പാർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ 2-3 ദിവസം ഡിലേ ആയി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് മൈൻഡ് ഇല്ലെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അതുകൊണ്ടാണ്. ഐ ഹോപ്പ് ഒരുപാട് പേർക്ക് മാർച്ച് 14 എക്സാംസ് ഉണ്ട്. അപ്പം അതിന് മുന്നേ അപ്ലോഡ് ആക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബട്ട് ഐ എം നോട്ട് വെൽ നൗ. ബട്ട് സ്റ്റിൽ ഞാൻ ഒക്കെയാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ അതുകൊണ്ട് രാവിലെ പ്രിപ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. സോ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനൊന്നും അല്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. സോ ദ ഹാപ്പനിങ്സ് ഓഫ് 1922 to 1929. Mahatma Gandhi, as you know, was against violent movements. He abruptly called off the non-cooperation movement when in February 1922, a crowd of peasants set fire in the police station in Chowri Chowra. 22 policemen were killed on that day. The peasants were provoked because of the police had fired on their peaceful demonstration. സോ മഹാത്മാഗാന്ധി നമുക്കറിയാം, അദ്ദേഹത്തിന് നോൺ വയലൻസ് ആണ് ഇഷ്ടം, അതായത് അഹിംസ. അദ്ദേഹമാണെങ്കിൽ അബ്രപ്റ്റ്ലി, അതായത് പെട്ടെന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വിട്ടു 1922. അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, ഒരു കൂട്ടം പെസൻസ് അല്ലെങ്കിൽ കർഷകർ എന്ത് ചെയ്തു, ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഫയർ ചെയ്തു. അങ്ങനെ 22 നിഷ്കളങ്കരായിട്ടുള്ള പോലീസുകാർ അത് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രസൻസ് ഇങ്ങനെ ദേഷ്യപ്പെടാൻ അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസുകാർ അവരുടെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് ആക്രമിച്ചതുകൊണ്ടാണ്, ഫയർ ചെയ്തുകൊണ്ടാണ് ഇത്രേ. Once the non-cooperation movement was over, Gandhiji's followers stressed that the Congress must undertake constructive work in the rural areas. Other leaders such as Chitan Ranjan Das and Motilal Nehru argued that the party should fight elections to the councils and enter them in order to influence government policies. Through sincere social work in villages in mid-1920s, the Gandhians were able to extend their support base. This proved to be useful in launching civil disobedience movement in 1930. സോ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഗാന്ധിജിയുടെ ഫോളോവേഴ്സ് എന്താ സ്ട്രെസ് ചെയ്തെന്ന് വെച്ചാൽ കോൺഗ്രസ് എന്ത് ചെയ്യണം, റൂറൽ ഏരിയാസിൽ, അതായത് ഗ്രാമീണ ഏരിയാസിൽ പോയിട്ട് കൺസ്ട്രക്റ്റീവ് വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ചിത്തരഞ്ജൻ ദാസും മോത്തിലാൽ നെഹ്റു ഒക്കെ ആർഗ്യൂ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് ഇലക്ഷൻസിൽ പങ്കെടുക്കണം, അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസിനെ വന്നിട്ട് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നായിരുന്നു. അപ്പോൾ mid-1920s ഇങ്ങനെ സിൻസിയർ ആയിട്ടുള്ള സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെ വില്ലേജസിൽ നടന്നുകൊണ്ടേയിരുന്നു. ഗാന്ധിജിക്കാണെങ്കിൽ ഒരുപാട് സപ്പോർട്ട് ബേസ്, ഒരുപാട് ആൾക്കാർ പിന്തുടർച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് 1930 അത് ലോഞ്ച് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ. Two important developments of the mid-1920s were the formation of രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, അതായത് RSSൻ്റെ ഒരു ഫോർമേഷനായിരുന്നു mid-1920s ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്. അതൊരു ഹിന്ദു ഓർഗനൈസേഷനാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു ഹിന്ദു ഓർഗനൈസേഷനാണ് നമ്മുടെ RSS അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പറയുന്നത്. These parties had held very different ideas about the kind of country should be. Find out about the ideas with the help of your teacher. The revolutionary nationalist Bhagat Singh was too active in the spirit. So ഈ ഒരു RSSൻ്റെ ഒരു ഐഡിയ മീൻസ് RSSൻ്റെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ അവർക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു രാജ്യം എങ്ങനെ ആയിത്തീരണം എന്നുള്ള ഒരുപാട് ഐഡിയാസ് അവരുടെ കയ്യിലുണ്ട്. നമുക്ക് ഫേമസ് ആയിട്ട് നമുക്കറിയാവുന്ന ഭഗത് സിംഗ് എന്ന് പറയുന്ന അദ്ദേഹം ഈ ഒരു പീരീഡായിരുന്നു ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് നമ്മുടെ സൈമൺ കമ്മീഷൻ, അതായത് സൈമൺ ഗോബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവൻറ്റിൻ്റെ ഒരു പിക്ചറാണ് നമ്മൾ ഈ കാണുന്നത്. സോ അത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിക്കാം. The decade closed with the Congress resolving to fight for Purna Swaraj, complete independence, in 1929 under the presidency of Jawaharlal Nehru. Consequently, Independence Day was observed on 26 January 1930 all over the country. So, പൂർണ്ണ സ്വരാജ് അവർക്ക് ഒരു ഡിക്കേഡോടെ ഫൈറ്റ് ചെയ്തതിനു ശേഷം പൂർണ്ണ സ്വരാജ് കിട്ടി. അപ്പോൾ ഇത് ആരുടെ സഹായത്തിലായിരുന്നു, ആരുടെ പ്രസിഡൻഷിപ്പിലായിരുന്നു, ജവഹർലാൽ നെഹ്റുവിൻ്റെ. അങ്ങനെ 1930 ജനുവരിയിൽ എല്ലാ സ്ഥലത്തും ഇൻഡിപെൻഡൻസ് ഡേ അവർ കണക്കാക്കിയിരുന്നു. ഇനി നെക്സ്റ്റ് ഉള്ളത് ഭഗത് സിംഗിൻ്റെ ഒരു ഫീച്ചറാണ്. ഇറ്റ് ടേക്സ് എ ലൗഡ് വോയിസ് ടു മേക്ക് ദ ഡെഫ് ഹിയർ, ഇൻക്വിലാബ് സിന്ദാബാദ്.
Revolutionary nationalists such as Bhagat Singh and his comrades wanted to fight colonial rule and rich exploiting classes through a revolution of workers and peasants. For this purpose, they founded the Hindustan Socialist Republic Association, that is the HSRA, in 1928 at the Firoz Shah Kotla in Delhi. Members of the HSRA assassinated Saunders, a police officer who had led a Lathi charge that caused the death of Lala Lajpat Rai. സോ റവല്യൂഷണറി നാഷണലിസ്റ്റ് അതായത് ഭഗത് സിംഗിനെ പോലുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ സഖാക്കളും അല്ലെങ്കിൽ കോംറേഡ്സ് ഒക്കെ എന്ത് ചെയ്തു, ഈ കൊളോണിയൽ റൂൾ ബ്രിട്ടീഷ് റൂളിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ വലിയ ആൾക്കാർ, വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ സാധാ വർക്കേഴ്സിനെയും അതുപോലെ തന്നെ കർഷകരെ പെസൻസിനെയും ഒക്കെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യുക, അവരെ ഒരുമാതിരി ചൂഷണം ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്കെതിരെ അവർ ഫൈറ്റ് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഹിന്ദുസ്ഥാൻ റെസൊല്യൂഷൻ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ, ദാറ്റ് ഈസ് ദി HSRA, അവർ ഫൗണ്ട് ചെയ്തു 1928 ഇത് ഡൽഹിയിലുള്ള ഫിറോസ് ഷാ കോട്ട്ല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. സോ ഇനി നമ്മളെ HSRA മെമ്പേഴ്സ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സോണ്ടേഴ്സ് അല്ലെങ്കിൽ പോലീസ് ഓഫീസറെ പോയിട്ട് അസാസിനേറ്റ് ചെയ്തു, വധിക്കുകയോ ചെയ്തു. ലാത്തി ചാർജ്, കാരണം അവർക്കെതിരെയായിട്ട് ലാത്തി ചാർജ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അത് ആണ് പിന്നെ അവസാനം ലാല ലജ്പത് റായിയുടെ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാത്തി ചാർജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ along with this, few nationalists became that a bomb in the Central Legislative Assembly on 8 April 1929. The aim, as their leaflet explained, was not to kill but to make a deaf ear to remain the foreign government of its callous exploitation. Bhagat Singh was tried and executed at the age of 23. സോ വേറൊരു നാഷണലിസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ബി കെ ദത്ത് എന്നായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഒരു ബോംബ് എറിയുകയും അതുണ്ടായത് 8 ഏപ്രിൽ 1929. അപ്പോൾ അതിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നില്ല, പക്ഷേ എന്ത് ചെയ്യുക, ചെവി കേൾക്കാത്തവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഫോറിൻ ഗവൺമെൻറ് അവരുടെ കാലസ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ കഠിനമായ ചൂഷണത്തിന് എതിരായിട്ട് അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അവരുടെ ചെവി ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഈ ഒരു ബോംബ് എറിഞ്ഞത്. അപ്പോൾ പിന്നെ പറയുന്നത് ഭഗത് സിംഗ് അദ്ദേഹത്തിനെ വധിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം വധിക്കപ്പെട്ടത് അദ്ദേഹത്തിന് 23-ാമത്തെ വയസ്സിൽ. അപ്പം നനച്ചൊക്കെ എത്ര ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം മരിക്കേണ്ടായത് അല്ലേ. നെക്സ്റ്റ് ഈസ് ദ മാർച്ച് ടു ദണ്ഡി. അപ്പോൾ ഹോപ്പ് യു ഓൾ ഹേർഡ് അബൌട്ട് ദണ്ഡി മാർച്ച്. 1930 മഹാത്മാഗാന്ധി 43 മാർച്ചാണ് ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത്. സോ പൂർണ്ണ സ്വരാജ് വുഡ് നെവർ കം ഓൺ ഇറ്റ്സ് ഓൺ, ഇറ്റ് ഹാഡ് ടു ബി fought for. In 1930, Gandhiji declared that he would lead a march to break the salt law. According to this law, the state had a monopoly on the manufacture and the sale of the salt. Mahatma Gandhi, along with the other nationalists, reasoned that it was sinful to tax salt since it is an essential item for your food. The salt march related to the general desire of freedom to a specific grievance shared by everybody and thus did not divide the rich and poor. സോ പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്രീഡം നമുക്ക് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരുന്നതല്ല, നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ 1930 സംഭവിച്ചത് ഗാന്ധിജി പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സോൾട്ട് ലോ അല്ലെങ്കിൽ ഉപ്പിൻ്റെ ആ ഒരു നിയമം നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ഒരു മാർച്ച് മാസത്തിലായിരുന്നു, ഇതും മാർച്ചാണല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ലോ അനുസരിച്ച് വെച്ചാൽ ഒരു സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരു സ്റ്റേറ്റിന് ഒരു സംസ്ഥാനത്തിന് അതിനൊരു മോണോപോളി ഉണ്ട് അല്ലെങ്കിൽ ഒരു മോണോപോളി എന്ന് വെച്ചാൽ കച്ചവടത്തിൻ്റെയോ അല്ലെങ്കിൽ വിതരണത്തിൻ്റെയോ മേലെയുള്ള ഒരു പ്രത്യേക അധികാരത്തിനെയാണ് നമുക്ക് മോണോപോളി എന്ന് പറയുന്നത്. അപ്പോൾ മോണോപോളി ഉണ്ട്, അപ്പോൾ അത് മാനുഫാക്ചർ ചെയ്യാനും അത് വിൽക്കാനും ഒരു സ്റ്റേറ്റിന് മോണോപോളി ഉണ്ട്. അപ്പോൾ ഗാന്ധിജിയുടെ കൂടെ വേറെ നാഷണലിസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുമ്പോൾ ഇതൊരു പാപമായിട്ടാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു മോണോപോളി ഉണ്ടാവാൻ പാടില്ല, ടാക്സ് ഒന്നും വെക്കാൻ പാടില്ല. കാരണം ഉപ്പ് എന്ന് പറയുന്നത്, സോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലേ ഫുഡിൽ. അപ്പോൾ അതിന് ടാക്സ് വെക്കുകയാണെങ്കിൽ അത് ഭയങ്കര സിന്നാണ്, അല്ലെങ്കിൽ ഭയങ്കര പാപമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സോൾട്ട് മാർച്ച് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രീഡത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് എല്ലാവരുടെയും ഗ്രീവൻസ് അല്ലെങ്കിൽ എല്ലാവരുടെയും സങ്കടം, ഇനിയിപ്പോൾ പണക്കാരനോ പാവപ്പെട്ടവനൊന്നും ഇല്ലാതെ എല്ലാവരുടെയും സംഘത്തിന് വേണ്ടിയിട്ടുള്ളൊരു അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു നമ്മുടെ ഈ പറയുന്ന ദണ്ഡി മാർച്ച്. So Gandhiji and his followers marched for 240 miles from Sabarmati to the coastal town of Dandi, where they broke the government law by gathering natural salt found on the seashore and boiling sea water to produce salt. So അദ്ദേഹം എന്ത് ചെയ്തു, 240 മൈൽ എന്ത് ചെയ്തു, സബർമതിയിൽ നിന്ന് ദണ്ഡി എന്ന സ്ഥലത്തേക്ക് അദ്ദേഹം മാർച്ച് ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു, ഗവൺമെൻറ്റിൻ്റെ ലോയിൽ പറയുന്ന ആ സോൾട്ട്, നാച്ചുറൽ സോൾട്ടൊക്കെ അവർ ശേഖരിച്ചു. അതുപോലെ തന്നെ സോൾട്ട് വാട്ടർ അവരെന്ത് ചെയ്തു, സോൾട്ട് വാട്ടർ അത് ബോയിൽ ചെയ്തിട്ട് അവർ സോൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. സോ
Peasants, tribals, and women participated in larger numbers. A business federation published a pamphlet on the salt issue. The government tried to crush the movement through the brutal action against the peaceful satyagrahis. Thousands were sent to jail. സോ ട്രൈബൽസും അതുപോലെ തന്നെ പെസൻസും വുമൻസും ഒക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബിസിനസ് ഫെഡറേഷൻ ഉണ്ട്, അവരുടെ ഒരു പാംഫ്ലെറ്റ് അല്ലെങ്കിൽ ചെറിയൊരു പുസ്തകത്തിൽ അവർ ഈ സോൾട്ട് ഇഷ്യൂവിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ആവട്ടെ ഈ ഒരു മൂവ്മെൻറ്റിനെതിരായിട്ട് കുറേ അവർ നിർത്താൻ വേണ്ടി ട്രൈ ചെയ്തു. അതായത് നമ്മുടെ സത്യാഗ്രഹീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവർ നിർത്താൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്തു, ജയിലിലകപ്പെടേണ്ട അവസ്ഥയുണ്ടായി. So the combined struggles of the Indian people bore fruit when the Government of India Act of 1935 prescribed provincial autonomy and the government announced elections to the provincial legislatures in 1937. The Congress formed governments in 7 out of 11 provinces. So നമ്മുടെ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരുപാട് സ്ട്രഗിൾസ് ഇന്ത്യൻസ് ഒരുപാട് സ്ട്രഗിൾസ് അവസാനം അതിനൊരു പ്യൂർ ഫ്രൂട്ട് എന്ന് വെച്ചാൽ അതിനൊരു ഫലമുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇന്ത്യൻ ആക്ട് 1935 വന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് വെച്ചാൽ ഒരു പ്രൊവിൻസ് അല്ലെങ്കിൽ നമുക്കറിയാം മദ്രാസ് ബോംബെ എന്നൊക്കെ പറയുമ്പോൾ ഓരോ പ്രൊവിൻസസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ തക്ക രീതിയിലുള്ളൊരു എബിലിറ്റി, അതിനാണ് നമ്മൾ പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറയുന്നത്. ഒരു ഫെഡറേഷൻ്റെ പാർട്ടായിട്ട് നിന്നിട്ടും എന്ത് ചെയ്യുക, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് നമ്മൾ പ്രൊവിൻഷ്യൽ ഓട്ടോണമി എന്ന് പറയുന്നത്. ഐ എം എക്സ്പ്ലെയിനിങ് വൺസ് അഗെയിൻ. പ്രൊവിൻഷ്യൽ ഓട്ടോണമി ഈസ് ഡിഫൈൻഡ് ആസ് എ province ability to make relatively independent decisions while remaining part of a federation. അതാണ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി വന്നു. അപ്പോൾ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ പ്രൊവിൻസസിലും 1937 പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സിൽ ഓരോ ഇലക്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തു. അങ്ങനെ 11 പ്രൊവിൻസസിൽ 7 പ്രൊവിൻസസിലും എന്ത് ചെയ്തു, കോൺഗ്രസ് ഗവൺമെൻറ് ഫോം ചെയ്തു എന്നാണ് പറയുന്നത്. Hopefully you understood. So that's all for today. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. Thank you everyone and thank you so much.